ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് നാടൻ രുചികൾ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ദീപാവലിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു സ്വീറ്റ് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. 2 ദിവസത്തിനകം ദീപാവലി വരും. അപ്പോഴേക്കും നമുക്ക് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കോക്കനട്ട് ലഡു. ലഡു തയ്യാറാക്കാൻ ആവശ്യമായി ഞാനിവിടെ ഒരു വലിയ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇത് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് നമുക്ക് ആക്കിയെടുക്കണം. ഇതിപ്പോൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുക്കുമ്പോൾ അതുപോലത്തെ ഡെസിക്കേറ്റഡ് കോക്കനട്ടായി മാറും. അപ്പോൾ കടയിലൊക്കെ അങ്ങനത്തെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ടാണ് ഈ ലഡു തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ നോർമൽ തേങ്ങ ഇങ്ങനെയൊന്ന് ആ ഡെസിക്കേറ്റഡ് കോക്കനട്ടാക്കി മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഇതാദ്യം നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിൻ്റെ നിറം ഒട്ടും തന്നെ മാറരുത്, വൈറ്റ് കളറായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു 3 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കാം. പിന്നെ തേങ്ങ ചിരകുമ്പോൾ അതിൻ്റെ കറുത്ത ഭാഗങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഞാനിപ്പോൾ എടുത്തപ്പോൾ കുറച്ചൊക്കെ പൊടികളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പാകത്തിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി അത് കുറച്ച് സമയം തണുക്കാനായിട്ട് വയ്ക്കുക. തണുച്ചതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായിരിക്കണം നമ്മൾ ഈ കോക്കനട്ട് തയ്യാറാക്കേണ്ടത്. ഇനി ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അത് നമുക്ക് ഫൈനൽ ലഡു തയ്യാറാക്കി കഴിയുമ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ അതിലൊന്ന് മുക്കിയെടുക്കാനായിട്ട് കുറച്ച് മാറ്റി വയ്ക്കാം. ഇനി ബാക്കി ഉള്ള തേങ്ങ കൊണ്ട് നമുക്ക് ലഡു തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതി. കാരണം തേങ്ങ ആയതുകൊണ്ട് തന്നെ കൂടുതൽ എണ്ണയൊക്കെ ഇറങ്ങി വരും. അതുകൊണ്ട് അധികം നെയ്യുടെ ആവശ്യമില്ല. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ നെയ്യ് ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം പോലെ കൂടുതലോ കുറച്ചോ ചേർക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച തേങ്ങ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആക്കിയത് 2 കപ്പ് ചേർത്ത് കൊടുക്കാം. അത് ടോട്ടൽ 2 കപ്പ് ഉണ്ടായിരുന്നു. 2 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നെയ്യിലിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അധികം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നെയ്യിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ എടുത്ത അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കാം. ആ പാലിൽ കിടന്ന് വേണം നമ്മുടെ ഈ തേങ്ങ വെന്ത് വരാൻ. അപ്പോൾ ഈ പാല് മുഴുവൻ വലിച്ചെടുക്കും. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള പാകത്തിൽ കിട്ടും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് പാലെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ തേങ്ങയൊക്കെ എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, അത് സ്കിപ്പായിപ്പോയി, എനിക്ക് വീഡിയോ കിട്ടിയില്ല. അപ്പോൾ നിങ്ങളത് മറക്കാതെ ചേർക്കുക. പഞ്ചസാര കൂടി ചേർത്ത് നല്ല കട്ടിയിൽ വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുക. ഇപ്പോൾ പാൽപ്പൊടി ചേർത്ത് ഞാൻ ഇളക്കുകയാണ്. പാൽപ്പൊടി എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 2-3 നുള്ള് ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 10-15 കാഷ്നട്ട് ഞാൻ മിക്സിയിൽ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. കാഷ്നട്ട് ചേർക്കുന്നതും ഓപ്ഷനിലാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഇതൊന്ന് തണുക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം കൈ വെച്ച് തന്നെ ഒന്നോടെ നന്നായി കുഴച്ചെടുത്ത് ലഡുവിൻ്റെ ഷേപ്പിൽ റൗണ്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൽ നല്ല നെയ്യും എണ്ണയും ഒക്കെ ഉണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നല്ല ജ്യൂസി ആയിട്ടാണ് നമ്മുടെ ലഡു ഉള്ളത്. വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഇനി ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കാം. എത്ര വലിപ്പം വേണോ അത്ര വലിപ്പത്തിനനുസരിച്ച് റൗണ്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ലഡുവും ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ അത്ര കോക്കനട്ടിൽ നിന്ന് ഒരു 13 ലഡുവോളം
നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇനി റൗണ്ട് ചെയ്ത് വെച്ച എല്ലാ ലഡുവും നമ്മൾ ആദ്യം എടുത്ത് വെച്ച കോക്കനട്ടിൻ്റെ പൊടിയിലൊന്ന് മുക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കോക്കനട്ട് ലഡുവിൻ്റെയൊക്കെ ഒരു ഫൈനൽ ലുക്ക് ഉണ്ടാവുക. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ലഡുവും ഈ മിക്സിലൊന്ന് മുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.